ഞാൻ ബെർണാബു തങ്കപ്പൻ, സ്ഥലം മാഡ്രിഡ്. അതെ, കൂതർ കിങ്ങിൻ്റെ ചാനൽ നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് എടുക്കണ്ട. കാരണം ആളെ ഇടയ്ക്ക് വൺ സൈഡർ ആവുണ്ടോ എന്നൊരു സംശയം. ആൾ ഫസ്റ്റ് കളി കഴിഞ്ഞിട്ട് റീലിടുകയാണേ എന്തുകൊണ്ട് കളിയാ റയൽ മാഡ്രിഡ് കളിക്കണം അത്രയ്ക്കൊന്നും പറയാനില്ലെന്ന്. പക്ഷേ കൂതറുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കളിയിൽ ഒരുപാട് ചേഞ്ചസ് ആയിട്ട് വരുന്ന ടീമാണ് നമ്മുടെ. ഇഷ്ടം പോലെ ചേഞ്ചസ് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്തോരം ഒരു 5-6 പ്ലെയേഴ്സ് തന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 11 കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കളി തുടങ്ങുന്നത്. അതിൽ തന്നെ 2-1 ജയിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണോ നമ്മൾ കളിച്ചത് അതിൻ്റെ എല്ലാം വിപരീതമായിട്ട് ഒരുപാട് പഴുതുകൾ അടച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ഗോൾ അടിച്ചതും ന്യൂ സൈനിങ് അല്ലേ, SP അടിച്ച ഗോളും ന്യൂ സൈനിങ് ആണ്, ഡെബ്യൂ ഗോളാണ് റയൽ മാഡ്രിഡിന് വേണ്ടി അടിച്ചത്. അങ്ങനെ 2-1 റയൽ മാഡ്രിഡ് ജയിക്കുന്നു. പക്ഷേ കൂതറ പറയുന്നത് അവന് ഇതിനൊന്നും അത്ര വലിയ കളിയായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാഡ്രിഡ് എന്ത് പൊസിഷനിലാണ് കഴിഞ്ഞ പ്രാവശ്യം കളി അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. ഇത്രയും വലിയ ക്ലബ്ബായിട്ടും കഴിഞ്ഞ സീസണിൽ ഭയങ്കര ശോചനീയമായ അവസ്ഥയായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ കപ്പിലാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മൊറീഞ്ഞോയും തിരിച്ച് കൊണ്ടുവന്നേക്കണത് മാഡ്രിഡിക്ക്. എനിക്ക് തോന്നുന്നു മൊറീഞ്ഞോനൊക്കെ കൂടി വന്നപ്പോൾ ആൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൂടിയോ എന്നൊരു സംശയമുണ്ട്. സോ ഇത്രയും എക്സ്പെക്റ്റേഷൻ നമ്മൾ തന്നെയാണ് കൊടുത്തത്, ശരിയാണ്. കാരണം മൊറീഞ്ഞോ വരുന്നു, കൊനാറ്റി ഡംഫ്രീസ് ഫസ്റ്റ് സൈനിങ് ട്രാൻസ്ഫർ വിൻഡോയിലെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നു, കുക്കുറേയ വരുന്നു, അതേപോലെ ഡിയോമൻഡെ, ജൂഡ് ബെല്ലിംഗ്ഹാമിന് ശേഷം ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്നത് ഡിയോമൻഡെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ആൾ ബോൾ വാങ്ങിയിട്ട് ബാക്കിൽ കളിക്കുമ്പോൾ നമ്മളറിയാതെ വിചാരിച്ച് ഇത്രയും പൈസ കൊടുത്തിട്ട് ആൾ കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിക്ക് കളിച്ച് 1 vs 1 ഒന്നും കൂടി ബീറ്റ് ചെയ്യേണ്ടതല്ലേ. പക്ഷേ ഫസ്റ്റ് കളിയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അറ്റാക്കിങ്ങിൽ ആരെ കളിപ്പിക്കുന്നുള്ളതാണ്. ഇപ്പോൾ വിനീഷ്യസിനെ കളിപ്പിക്കുക, അത് എംബാപ്പേനെ മെയിനായിട്ട് കളിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ റോളെന്ന് മൊറീഞ്ഞോയ്ക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ വിനീഷ്യസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഫുൾ ടൈം അഗ്രഷനാണ്. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബോളിനോ കളിയിലോ അല്ല അഗ്രഷൻ, റഫറിയോട് അഗ്രഷൻ, ഓപ്പോസിറ്റ് പ്ലെയറിനോട് അഗ്രഷൻ, കാണികളോട് അഗ്രഷൻ. എന്നാൽ കളിയിൽ അഗ്രഷൻ ഇല്ല. 1-1 ഒക്കെ കളിച്ചിട്ട് പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ ഡൈവ് ചെയ്ത് ആക്ട് ചെയ്യുക, ഇങ്ങനെയൊന്നും അല്ല റയൽ മാഡ്രിഡ്. കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കളി കണ്ടിട്ട് ഗോൾ അടിക്കാനുള്ള ടീം സ്ക്വാഡ് ഉണ്ട് നമുക്ക്. പക്ഷേ നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഗോൾ അടിക്കാമായിരുന്നു. പക്ഷേ സ്റ്റില്ല് നമ്മൾ ജയിച്ചു എന്നുള്ളത് തന്നെയാണ് ആ കാര്യം. അത് കഴിഞ്ഞിട്ട് ഇതേ മറ്റേ ശരവണ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാഴ്സയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് അവിടെ വെക്ക്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് 11 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് കയറും. ബെർണാഡോ സിൽവ ആ ഗ്രൗണ്ടിൽ മൊത്തം ഓടി കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓടിയുള്ളത് ബെർണാഡോ സിൽവ ആവട്ടെ, അടിപൊളിയായിരുന്നു. കൊനാറ്റെ ലിവർപൂളിൻ്റെ സീസൺ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കി നോക്കിയേ, കഴിഞ്ഞ കൊല്ലത്തെ ആളുടെ കളിയുടെ ഹൈലൈറ്റ്സ് ഒന്ന് നോക്കി നോക്കി. ഡിസാസ്റ്റർ പറഞ്ഞാൽ അതൊരു ഡിസാസ്റ്ററാണ്. ആ കളി വെച്ച് ആൾ റയൽ മാഡ്രിഡിൽ ഫസ്റ്റത്തെ കളി നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, റയൽ മാഡ്രിഡ് എന്തായാലും അവരുടെ വ്യക്തമായ പേസ് കണ്ടുപിടിക്കും. അവർ ആ റോട്ടിലേക്ക് അവരുടെ ഡയറക്ഷനിൽ കയറിക്കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ അറ്റാക്കിങ് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ, അതേപോലെ മിഡ്ഫീൽഡിൽ ഒന്നും കൂടി ആധിപത്യം പുലർത്തുന്ന, ഹോൾഡ് ചെയ്ത് കളിക്കുന്ന, പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്ന, കുറച്ചും കൂടി ഒരു അഗ്രസീവായിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ലൈക്ക് ക്രൂസും അതേപോലെ നമ്മുടെ മോഡ്രിച്ചൊക്കെ പോലത്തെ പ്ലേയേഴ്സ് വരികയാണ്, കളി പ്ലേ മേക്ക് ചെയ്യാനുള്ളൊരു സ്കില്ല് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കരകയറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട. മറ്റേ ടീമൊക്കെ 5 ഗോൾ 5-0 ജയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ അതിഗംഭീരമായിട്ട് തിരിച്ചു വരും. ഷൺമുഖനാ ശരവണനാ അവൻ വരുന്നുണ്ട്. അവൻ പറയൊന്നും കൂടി കേട്ടോ, അവൻ ബാർസയുടെ ഇനി എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നമ്മളെന്തായാലും തിരിച്ചു വരും കേട്ടോ. നമ്മൾ തിരിച്ചു വരാനൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ജേഴ്സിയൊക്കെ ഏതാ മൂട് ഈ ലോകത്തിലുണ്ടോ ഇത്രയും അടിപൊളി ജേഴ്സി? ഇത്രയും നല്ല കിറ്റുകൾ റയൽ മാഡ്രിഡ് ഇറക്കുമ്പോൾ നമുക്ക് ജയിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളെന്തായാലും ജയിക്കും. അപ്പോൾ അതേ ശരവണം വരും അടുത്തത്. ഞാൻ അവൻ്റെ കഥ കേട്ടോ, 5 അടിച്ചെന്ന് പറഞ്ഞ് കുറേ തള്ളും. പക്ഷെ നമ്മൾ നല്ല തുടക്കം തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. ആ കൂതറോടും പോയി പറഞ്ഞേക്ക് ഇതിൽ കുഴപ്പമില്ലാത്ത കളി തന്നെയാണ് നമ്മൾ കളിച്ചേക്കണമെന്ന്. സോ വിൽ കം ബാക്ക്. ആൻഡ് അപ്പം ഞാൻ പോട്ടെ. ഇനി നമുക്ക് 8 ദിവസങ്ങളിൽ 3 കളികളാണ് ലാലിഗയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട കേട്ടോ. ബാക്കിയുള്ളവർ പറയുന്നത് എന്താണെന്ന് വേണമെങ്കിൽ കേട്ടോ. ഹലോ ഗൈസ്, ഞാൻ ന്യൂ ക്യാമ്പ് ശരവണൻ, സ്ഥലം ബാഴ്സലോണ. എന്താല്ലേ, നമ്മൾ 5-0 എൽഷാനെ തോൽപ്പിച്ചത്. ഇതിന് മേലെ ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? സ്ട്രൈക്കറില്ല, ഡിഫൻഡറില്ല എന്നൊക്കെ പറഞ്ഞത് ഈ തങ്കപ്പനും കൂതറക്കിങ്ങൊക്കെ കിടന്ന് കരയായിരുന്നു. എന്നിട്ട് നമുക്ക് ആരെങ്കിലും ആവശ്യം ഉണ്ടായ 5 അടിച്ചത്.
അത് കരീം അദേമി ഡെബ്യൂ ഗോള്, ആൻ്റണി ഗോർഡൻ ഡെബ്യൂ അസിസ്റ്റ്, ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയാം, വെയിറ്റ്. പിന്നെ നമ്മുടെ റഫീന 2 ഗോൾ 1 അസിസ്റ്റ്, പിന്നെ 2 ഫെർമിൻ. ഇത്രയൊക്കെ പോരെ കളിയാണ്. എന്തൊരു കളിയാണ്, എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. യൂറോപ്പിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായി. ഈ ആഴ്സണലിൽ 3 അടിച്ചല്ലാണ്ട് 5 ഗോളാണ് അടിച്ച് നശിപ്പിച്ചത്. അതും ഒരു ഗംഭീര കളി. എന്താ കളി! റഫീനയൊക്കെ ചില സമയത്ത് സെൻട്രൽ മിഡ്ഫീൽഡിൽ, ചില സമയത്ത് ഫോൾസ് 9, ചില സമയത്ത് സ്ട്രൈക്കർ, ചില സമയത്ത് വിങ്ങർ. എക്സെപ്ഷണൽ ഗെയിം. ആൾ ഇഞ്ചുറി എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നാക്കണ്. ബ്രസീലിൻ്റെ ടീമിൽ ഇഞ്ചുറി ആയിട്ട് പോയി. അതേപോലെ ലാലിഗയുടെ നമ്മുടെ ക്ലബ്ബിൽ കഴിഞ്ഞ സീസണിൽ കളിക്കാൻ്റെ ഇടയിൽ ഇഞ്ചുറി ആയിട്ട് പോയി. ഇതെല്ലാം ഉണ്ടായിട്ടും ആൾ തിരിച്ചു വന്നിട്ട് ആ ക്യാപ്റ്റൻ്റെ ആംബാൻഡാണ് നമ്മൾ കൊടുത്തപ്പോൾ എന്തോ എനർജി കൊടുത്ത പോലെ, ശക്തിമാൻ്റെ പോലെ ഓട്ടി കളിക്കുക. എജ്ജാതി ഓട്ടം, എജ്ജാതി കളി, എജ്ജാതി ഫിനിഷിങ്, എജ്ജാതി സ്കോറിങ്, എജ്ജാതി അസിസ്റ്റിങ്, ഒന്നും പറയാനില്ല. സീൻ കളി. ഫെർമിനും അതെ. ഫെർമിൻ നമ്മളൊരു സ്ട്രൈക്കറായിട്ട് ഇങ്ങനെ മുന്നിൽ കാണാൻ ഇങ്ങനെ ദഹിക്കാതെ ഇങ്ങനെ ഇരിക്കുക. നടക്കില്ലേ 2 ക്ലീൻ സാധനം. കരീം അദേമി പ്രീ സീസണിൽ ഗോൾ അടിച്ചു, ഇതേ ഇപ്പോഴും ഗോൾ അടിക്കുന്നു. എന്താ ആളുടെ കാലിൻ്റെ സ്പീഡും ആക്യുറസിയൊക്കെ. സീൻ കളി. നമുക്ക് വിഷമമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യമാലുകുട്ടീനെ 65ാമത്തെ മിനിറ്റിൽ സബ് ചെയ്യേണ്ടി വന്നു. ആളാകെ 2 ഷോട്ട് പോസ്റ്റിക്ക് അടിച്ചിട്ടുള്ളൂ. പക്ഷേ സീനുള്ള കേസല്ല. കാരണം എന്താ വെച്ചിട്ടാ, നമ്മുടെ ആശാൻ്റെ ഹൻസി ഫ്ലിക്കിൻ്റെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആൻ്റണി ഗോർഡനോ, കരീം അദേമിയോ, അതേപോലെ ഇനി റോഡ്രി കുറച്ച് കഴിഞ്ഞാൽ വരും. ഇഷ്ടം പോലെ ബാക്കപ്പ് സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ലെമീനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, മോനെ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കഴിഞ്ഞ സീസണിൽ ഒരു അത്യുഗ്രൻ ഗംഭീര പ്രകടനം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഈ ഒരു പ്രായത്തിൽ എന്നെ പോലെ കളിക്കണ ആരുമില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അനക്ക് അവിടെ അത്ര നമ്മൾ വിചാരിച്ചത്ര കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ട് വേറെ പിള്ളേരെ ഇറക്കും, അവരെ കളിപ്പിക്കും. ഈ ഒരു പേടിയും മേടിക്കേണ്ട. എന്നാണോ എൻ്റെ ഫുൾ ഫോമിൽ, എൻ്റെ പഴയ ശക്തിയിൽ, സ്പീഡിൽ, ഫിസിക്കാലിറ്റിയിൽ, ആക്യുറസിയിൽ തിരിച്ചു വരുന്നത്, അന്നെ ഫുൾ ടൈം കളിപ്പിക്കും. അന്നെ നമുക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഒരു എന്താ പറയുക, ഡൗട്ടും ഇല്ല, എന്തോരം പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പക്ഷേ ഇപ്പം നമുക്ക് എന്തായാലും ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അവരൊരുപാട് ഫിസിക്കലി അഡ്വാൻസ്ഡ് ആണ്, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്, ടീം പ്ലെയേഴ്സാണ്. പക്ഷേ ഇന്നത്തെ കളിയിൽ ഒരു കളിയായിട്ടുള്ള കേട്ടോ, ഞാൻ എൻ്റെ ഫാൻ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലായിട്ട് പറയാമെന്ന് മാത്രം. എന്താ സംഭവിച്ചാൽ, ഒരു കളിയുണ്ടല്ലോ, ഈ അങ്ങനെ വിഷമിക്കല്ലേ. ഇതിപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരത്തെ പോയി. എന്ത് പോക്കാ പോയത്? അതെന്താ വെച്ചിട്ടാ സംഭവം, മോനെ ഈ ഇപ്പം ഒന്ന് വലുതായി വരികയാണ്. ഒന്ന് നമ്മളിത് ബ്രെയിനിക്ക് എടുക്കണം. കാരണം എന്താ വെച്ചിട്ടാ, നമുക്ക് ഇത്രയും പോസിബിലിറ്റീസും ഓപ്ഷൻസും ഉണ്ടാകും. നമുക്കുള്ള സമയത്ത് മാക്സിമം കളിച്ചില്ലെങ്കിൽ നമ്മൾ സബ് ചെയ്യും. കാരണം ബാഴ്സലോണ എന്ന് പറയുന്നത് ലമീൻ യമാൽ FC അല്ല, ഇതൊരു കൊളക്റ്റീവ് ടീം വർക്കാണ്. അപ്പോൾ ആരൊക്കെ പൊസിഷനിൽ കളിക്കാൻ പറ്റും അത് അനുസരിച്ചിട്ട് മാറിക്കൊടുക്കുക, കളിക്കുക, ഇതെല്ലാം ഗീവ് ആൻഡ് ടേക്കാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ പഴയ ലമീൻ യമാലിനെ. ഒരു കളി കഴിഞ്ഞിട്ടുള്ളൂ, ഒരു വിഷമിക്കേണ്ട. അടുത്ത കളിയിൽ എന്തായാലും ശക്തിയായിട്ട് തിരിച്ചു വരിക. പിന്നെ എനിക്ക് പറയാനുള്ളത് ആൻ്റണി ഗോർഡൻ കുട്ടനെ കുറിച്ചാണ്. ഗോർഡൻ മോനെ എന്താ കളി! ഡെബ്യൂ ഗോൾ അടിക്കാനുള്ള ഒരു സുന്ദര ചാൻസ് ഈ അസിസ്റ്റ് വെച്ച് കൊടുക്കുമ്പോണ്ടല്ലോ, നമുക്ക് മനസ്സിലായി ഇതൊക്കെ മേലെ ഇനി ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, ഏതൊരു പ്ലെയറാണ് സ്വപ്നം കാണാത്തത് നമുക്ക് ഫസ്റ്റ് കളിയിൽ ഗോൾ അടിച്ചിട്ട് ടീമിലുള്ള പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ടീമിലുള്ളവരെന്നെ കാണിച്ചു കൊടുക്കണം, ഞാൻ അത്യാവശ്യം കളിച്ച് തെളിഞ്ഞിട്ട് തന്നെ അവിടെ വന്നതെന്ന് കാണിക്കേണ്ട ചാൻസിൽ ആ ബോൾ വെച്ചുകൊടുക്കുമ്പോണ്ടല്ലോ, അപ്പം മനസ്സിലായി നീ എന്തോരം വലിയ ടീം പ്ലെയറാണ്. ആൻഡ് യു ആർ റൈറ്റ് ഫിറ്റ് ടു ബാർസലോണ. വെൽക്കം ടു ബാർസലോണ. അതുകൊണ്ട് സ്പാനിഷ് പഠിക്കാൻ 1 മാസം സമയം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പഠിച്ചോ. പക്ഷേ ഇനി പഠിച്ചില്ലെങ്കിലും കളിച്ചാൽ മതി. ഒരു രക്ഷയില്ല. 5-0 കിഡിലൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ജയിച്ചേക്കുന്നത്. അതായത് കൂതറക്കിങ്ങനെ അവിടെ കിടന്ന് കരയുണ്ട്. ഞാൻ പോട്ടെ, ഇപ്പോൾ ആ തങ്കപ്പൻ്റെ കരച്ചിൽ കേട്ടില്ലേ? ഇവരെ കരച്ചിൽ ഇനി ത്രൂ ഔട്ടുള്ളതാണ്. ഞാൻ 2 എൽ ക്ലാസിക്കോലും കൂടി തങ്കപ്പൻ്റെ ടീമിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സന്തോഷമായി. അപ്പോൾ നമുക്കിനി ചാമ്പ്യൻസ് ലീഗൊക്കെ എടുക്കാനുള്ളതാണ്. 8 ദിവസത്തിൽ 3 കളിയുണ്ട്. അപ്പോൾ നമ്മൾ കളി കഴിഞ്ഞിട്ട് അടുത്ത കളിയിൽ കാണാം. അപ്പോൾ അതായത് ഞാൻ ആ തെണ്ടിക്ക് മാറി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇനി അവന് കാണാൻ ഗുണമെന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങളോട് സംസാരിക്കാൻ ഒരു ചാൻസ് തരില്ല. അപ്പോൾ പോട്ടെട്ടാ. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, തങ്കപ്പനും പിന്നെ എന്താ ശരവണനാ എല്ലാവരും കൂടി ഇതിപ്പോൾ എൻ്റെ ചാനൽ വന്നിരുന്ന് പറയല്ലേ പണി. ഞാൻ എന്തേലും ആവട്ടെ. ശരവണൻ കണ്ണാടി എടുത്തിട്ട് പോടാ.
വെൽക്കം ബാക്ക് ഗൈസ്. അവർ കുറച്ച് നേരം സമയം എടുത്തു എന്ന് എനിക്കറിയാം, അവരുടെ ഒപ്പീനിയൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് സംഭവം. മാഡ്രിഡ് 2-1 എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇത്രയും എക്സ്പെക്റ്റേഷൻ തന്നത് മാഡ്രിഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ മൊറീഞ്ഞോനെ കൊണ്ടുവരുന്നു, ഇത്രയും പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ പ്ലെയേഴ്സ് വരുന്നു. സോ ദേ ഹാവ് ടു പ്രൂവ് ദംസെൽവ്സ് ആൻഡ് 2-1 is not enough to prove themselves as a beginning match. They have to show their statement. കുറേ ഇംഗ്ലീഷ് ആയിപ്പോയി. അവർ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചേ പറ്റുള്ളൂ ഫസ്റ്റ് കളി തന്നെ. അല്ലാണ്ട് എന്താണ്, റിയൽ മാഡ്രിഡാണ്, ദ ഗലാക്ടിക്കോസ് ആണ്. അവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്കോറുണ്ട്. ആ ഗെയിം ഫസ്റ്റ് ഗെയിം തന്നെ കാണിച്ചു തുടങ്ങേണ്ടതാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആൻ്റപ്പൻ പറഞ്ഞ പോലെ, ആൻ്റപ്പൻ പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. താങ്ക് യു ആൻ്റപ്പൻ. അപ്പോൾ ഫസ്റ്റ് ഗെയിം ഇതുവരെ തോറ്റിട്ടില്ല റയൽ മാഡ്രിഡ്. അവസാനം വരെ കൊണ്ടെത്തിച്ചിട്ട് മറ്റേ ചെക്കൻ SP ഗോൾ അടിച്ചു, സൂപ്പർ ഗോള്. ബെല്ലിംഗ്ഹാമിൻ്റെ ഗോളും അടിപൊളി ഗോളർട്ടാ. അത് അങ്കപ്പൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അപ്പോൾ ബെല്ലിംഗ്ഹാം അടിച്ച ഗോള്, അതേപോലെ അർദ ഗുളറിൻ്റെ ഒരു ഫ്ലിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. യജാതി സാധനിക്ക് അപ്പം നെയ്മറിന് ഓർമ്മ വന്നു. കാരണം നെയ്മറാണ് ഇങ്ങനത്തെ ഫ്ലാഷി സ്കില്ലൊക്കെ ഈ ഇമ്പോർട്ടൻറ്റ് സമയത്ത് ചെയ്തിട്ട് നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാറ്. സോ അവരിൽ മരുന്നുണ്ട്. മൊറീഞ്ഞോ ആ മരുന്നൊന്ന് കറക്റ്റ് അതിൻ്റെ കൂട്ട് കണ്ടുപിടിച്ചിട്ട് സെറ്റാക്കിയില്ലെങ്കിൽ പണി പാളും. അതേപോലെ വിനീഷ്യസിൻ്റെ എംബാപ്പയുടെയും പ്രശ്നം എത്രയും പെട്ടെന്ന്, പ്രശ്നം വെച്ചാൽ വിസിബിളി ഒരു പ്രശ്നമില്ല, രണ്ടാളും ചങ്കും കരളുമാണ്. പക്ഷെ കളി വരുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഫസ്റ്റ് കളിയായിട്ടുള്ളൂ സംഭവം ശരിയാണ്, നിങ്ങൾ തെറി പറയാൻ വരട്ടെ, പക്ഷേ ഇത് പറഞ്ഞാൽ പറ്റുള്ളൂ, അതുകൊണ്ട് പറയുന്നതാണ്. ആൻഡ് ബാഴ്സലോണയെ കുറിച്ച് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു ഭാഗത്ത് അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂലിയൻ ആൽവാരസിനെ വിട്ടുകൊടുക്കാണ്ട് അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞിട്ട് ബാഴ്സലോണ അത് നിർത്തി. ബാഴ്സലോണ ഇപ്പോൾ ലൗട്ടാറോൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇനി പുതിയ ഓപ്ഷൻസ് സീക്ക് ചെയ്യാൻ കുറച്ച് സമയം കൂടിയുള്ളൂ. ഇനിയിപ്പോൾ സെപ്റ്റംബർ തൊട്ടിട്ട് ഇതേ പരിപാടി അവസാനിക്കുകയായി, സെപ്റ്റംബർ 1-ാം തീയതി. സോ 5-0 കിഡിലൻ വിന്ന്, റഫീഞ്ഞ അതിഗംഭീര പെർഫോമൻസ്, 9 സ്റ്റാർ കൊടുക്കേണ്ട പെർഫോമൻസ് ആണ്. ആൻഡ് ആന്റണി ഗോർഡൻ, വാട്ട് എ പ്ലെയർ. കരീം അദേമി, വാട്ട് എ പ്ലെയർ. ഡെബ്യൂട്ടിലൊക്കെ ബാഴ്സലോണയിൽ വന്ന് ഗോൾ അടിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി എന്താ പ്രഷറുള്ള സിറ്റുവേഷനിൽ സിമ്പിളായിട്ട് ഗോൾ അടിക്കുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തോന്നും. പക്ഷേ സംഭവം അങ്ങനെയല്ല. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉള്ളതാണ്. ഈ ലെമീൻ യമാലിൻ്റെ 65th മിനിറ്റ് ഞാൻ കേട്ടു. ഷൺമുഖൻ എന്നാണ് വരുന്നത് എൻ്റെ പേര്, നാറി ശരവണം പറഞ്ഞത്. സംഭവം ശരിയാണ്, 65ാം മിനിറ്റിൽ കയറ്റി. പക്ഷേ ഹി ഹാസ് ടു പ്രൂവ് ഹിംസെൽഫ് ടു ഗെറ്റ് ബാക്ക് ഹിസ് റിസൾട്ട്സ്. അപ്പോൾ അത്രയുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ നേരത്തെ അവർ പറഞ്ഞ പോലെ 8 ദിവസങ്ങളിൽ 3 മാച്ചസ് ആണുള്ളത്. കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട്. ആൻഡ് ഇങ്ങനത്തെ ഫോർമാറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ഇങ്ങനെ ഒരു പിടി പിടിച്ച് നോക്കട്ടോ. ഓരോ ക്ലബിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ 4-5 പേര് ഇതേ അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് നമുക്ക് പിടയ്ക്കാം എന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാക്കല.